സോ ഗൈസ്, ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി ആയിട്ടും കമൻസിലും ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഫാമിലീനെ കാണിക്കാത്തത്, എന്താണ് ലൈവിൽ വരാത്തതെന്നൊക്കെ. റീസെൻ്റ്ലി ഞാൻ ഭയങ്കര ഷൈയാണ്, അതിലും ഷൈയാണ് എൻ്റെ പാർട്ട്ണർ. ഓക്കെ, മോള് എല്ലാവർക്കും അറിയാൻ പറ്റും, അവൾ അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്യുന്നതാണ്, എന്നെങ്കിൽ പോലും പ്രൊമോഷൻസ് മാത്രമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കോണ്ടൻ്റായിട്ട് നിങ്ങളുടെ കൂടെ ലോങ് വീഡിയോസ് ചെയ്യാം യൂട്യൂബിൽ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ റീസെൻ്റ്ലി ഒരു 3 മൂവീസ് കണ്ടു. ദാറ്റ് ഈസ് ദൃശ്യം 3, അതിരടി, പിന്നെ നമ്മുടെ ദൃഢം, ഷെയ്ൻ നിഗത്തിൻ്റെ. ഓക്കെ, അപ്പോൾ മൂവി റിവ്യൂസ് ഇപ്പോൾ പറ്റുന്ന പോലെ ആൾക്കാർക്ക് ഇപ്പോൾ മൂവി റിവ്യൂ ഞാൻ പറയുന്ന മൊത്തത്തിലല്ല, എൻ്റെ ഒരു പേഴ്സണലി ഒപ്പീനിയനാണ് പറയുന്നത്. ഞാൻ കണ്ട 3 മൂവീസിൽ 3 കുറേ കണ്ടു, അതിലേറ്റവും ബെറ്ററായിട്ട് പിക്ക് ചെയ്തത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ദൃശ്യം 3. ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം, ഫാമിലി ആയിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു കിട്ടിലൻ മൂവിയാണ് നമ്മൾ. അതുകൊണ്ട് അതിൽ ദൃശ്യം 3ൻ്റെ ഒരു എന്താ പറയുക, റിവ്യൂ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അത് അടിപൊളിയാണെന്ന്. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് മൂവി അതിരടി. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ സ്ട്രെസ്സൊക്കെ ആയിട്ട് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് എന്താ പറയുക 3 മണിക്കൂർ ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നേരെ പോയി എന്തായാലും എടുത്ത് കാണേണ്ട ഒരു പടമാണ് അതിരടി. നമ്മുടെ ബേസിൽ ജോസഫും ടോവിനോ, അതിലൊക്കെ ഉപരി എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ മറ്റേ നമ്മുടെ ഷാൻ റഹ്മാനൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ എന്താ പറയുക അഭിനയം എന്നൊന്നും പറഞ്ഞാൽ പോലെ നമ്മൾ ലാസ്റ്റ് വരെ സത്യം പറഞ്ഞാൽ എല്ലാം മറന്ന് ചിരിക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ മൂവി. കോമഡി, എൻ്റർടൈനിങ്, പിന്നെ നമ്മുടെ ആ കോളേജ് ലൈഫൊക്കെ കാണണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്തോ. പിന്നെ ദൃശ്യം എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു കിടിലൻ മൂവി. പിന്നെ നമ്മൾ ദൃഢം, അത് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ത്രില്ലർ അടുപ്പിച്ചിരുന്ന് ലാസ്റ്റത്തെ ട്വിസ്റ്റിൽ നമ്മൾ ഇങ്ങനെയാണോ എന്ന് തോന്നിക്കുന്ന ഒരു കിടിലൻ മൂവിയാണ് അത്. ഷെയ്ൻ നിഗത്തിൻ്റെ അതും അത്യാവശ്യം കൊള്ളാട്ടോ. കണ്ടതിൽ എനിക്ക് ഈ ഒരു 3 മൂവീസ് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വാഴ 2 ഒക്കെ പിന്നെ ഒരുപാടായില്ല ഇറങ്ങിയിട്ട്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൂവി റിവ്യൂസ്. പിന്നെ ഞാൻ പറയാം, അടുത്ത പ്രാവശ്യം ലൈവിൽ വരുമ്പോൾ ഫാമിലി ആയിട്ട് വരാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫാമിലിയുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും മനസ്സിലാവും. അതേപോലെ കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ്, യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടുന്നുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന്, അങ്ങനെ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ഓൺ ആയതെന്നൊക്കെ. നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. കാരണം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വിത്ത് 3000 or 4000 വാച്ചിങ് അവേഴ്സ് ആവണം. വാച്ചിങ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ അത് ഇത്രയും പേര്, ഇപ്പോൾ ഒരു 1000 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു 5-10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒരു 500 വാച്ചിങ് അവേഴ്സോ അല്ലെങ്കിൽ 300 ആവുള്ളൂ. അത് നല്ല പണിയാണ് കേട്ടോ. യൂട്യൂബ് മോണിറ്റൈസേഷൻ ആക്കാൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല എഫേർട്ടും അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ നിൽക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ ഫേസ്ബുക്കിൽ എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ ഓണായി, ബട്ട് എനിക്ക് എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. റീസെൻ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഫോളോവേഴ്സിനൊരു പഞ്ഞുമില്ല സത്യം പറഞ്ഞാൽ. ഈ ഒരു കോയിൻ ചലഞ്ച്, ഗോൾഡ് കോയിൻ ചലഞ്ചസ് കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഈ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നും റിയൽ അക്കൗണ്ട്സിൽ നിന്നൊക്കെ എനിക്ക് ഫോളോവേഴ്സ് കയറാറുണ്ട്. എനിക്ക് വ്യൂസും റീച്ചും എന്നാണ് യൂട്യൂബ് മെയിനായിട്ട്, അതാണ് ആൾക്കാർ യൂട്യൂബ് നോക്കുന്നത്. യൂട്യൂബിൽ നമുക്ക് റീച്ച് ഇത്ര 4000 അല്ലെങ്കിൽ 3000 വാച്ചിങ് അവേഴ്സ് ആയാൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മൾ പാറ്റേൺ എന്താ പറയുക, നമ്മൾ ഇതിലായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടി തുടങ്ങുള്ളൂ. യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും. ഫേസ്ബുക്ക് എനിക്ക് വലിയൊരു പിടുത്തമില്ല, എങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് വീഡിയോസൊക്കെ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫേസ്ബുക്ക് വലിയൊരു പ്രശ്നം യൂട്യൂബിൻ്റെ അത്രയും ഇല്ല. നമുക്ക് എന്താ പറയുക, വീഡിയോസിൽ നിന്ന് എമൗണ്ട് കിട്ടാൻ ഫേസ്ബുക്കാണ് കുറച്ചും കൂടി നല്ലതെന്നാണ്. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ, അത് ഞാൻ പറയാം. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് എന്തോരം വ്യൂവേഴ്സും ഫോളോവേഴ്സൊക്കെ ഉണ്ടായാലും എമൗണ്ട് ഇൻസ്റ്റഗ്രാം ത്രൂ കിട്ടൽ ഭയങ്കര ടാസ്ക്കുള്ള പണിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ല നമുക്ക് ഈ സ്റ്റാർസോ അങ്ങനെ ഗിഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യം. എനിക്കൊക്കെ എന്തോ 5-10 ഒക്കെ കിട്ടിയിട്ടുള്ളൂ ഇത്രയും നാളായിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൊളാബറേഷൻ, ഈ ഒരു കമ്പനി ത്രൂ ആണ് നമുക്ക് വീഡിയോസ്. ഇപ്പോൾ അവർക്ക് അവരുടെ വീഡിയോസ് നമ്മളിലൂടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു പേയ്മെൻറ്റ് പറയും, നമുക്ക് ഓക്കെ ആണെങ്കിൽ. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ത്രൂ. പക്ഷേ യൂട്യൂബും ഫേസ്ബുക്കാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കോണ്ടൻറ്റ് കാര്യങ്ങൾ ഇട്ടിട്ട് എമൗണ്ട് കിട്ടി തുടങ്ങുക. അതും അത്യാവശ്യം നല്ല ടാസ്ക്കാണ്, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു 6 മാസമൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിമ്പിളായിട്ട്
ഒരു കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും അയ്യോ നല്ല ഇൻറ്റീരിയേഴ്സൊക്കെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അയ്യോ എൻ്റെ വീട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഈ മെയിനായിട്ട് ഞാൻ പറയാൻ കാരണം നമ്മൾ മാത്രമല്ല, കേരളത്തിലുള്ളവരല്ല വാച്ച് ചെയ്യുന്നത്, പുറത്തുള്ളവർക്ക് അവരുടെ നമ്മുടെ നാടിൻ്റെ ഭംഗികൾ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അവരായിരിക്കും നമുക്ക് മെയിനായിട്ടുള്ള വ്യൂവേഴ്സ്. എൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓൺ ആവാനുണ്ടെങ്കിൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്സ് ഇടുക. എല്ലാ ദിവസവും ഷോർട്സ് പോവുക, പറ്റാത്ത ദിവസങ്ങൾ വിട്ടോട്ടെ, പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യണം, ടെക്സ്റ്റ് ആഡ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത്രേ ഇടുക. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചുമ്മാ വീഡിയോ എന്താണോ ഉള്ളത് ക്ലിയർ ആയിട്ട് വോയിസ് ആൾക്കാരിലേക്ക് എത്തിക്കുക, പിന്നെ ആൾക്കാർക്ക് മടുപ്പിക്കാതിരിക്കുക. മെയിനായിട്ട് നിങ്ങൾ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടേണ്ടതാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഹുക്ക് വേണം. ആദ്യത്തെ 3 seconds ആണ് ആൾക്കാരെ നമ്മൾ പിടിച്ചിരുത്തേണ്ടത്. അത് എനിക്ക് പെട്ടെന്ന് പറ്റാറില്ല. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതെന്താണ് എന്ന് ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ഫസ്റ്റത്തെ ഒരു 5 to 3 seconds അല്ലെങ്കിൽ 3 to 10 seconds നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഒരു ഹുക്ക് കൊടുത്താൽ കുറച്ചും കൂടി വ്യൂസും റീച്ചും കൂടാൻ ചാൻസാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് കേട്ടോ. എന്തായാലും കമൻസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.